ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി തമ്മിലും കാണാനൊക്കെ കണ്ട പോലെ തന്നെ ഇപ്പോൾ സീരിയസ് ഇഷ്യൂ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് പറഞ്ഞിട്ട് കുറേ ഉടായ്പ ബോധമില്ലാത്ത കുറേ സാധനങ്ങളുണ്ട്. അത് 95% 10 വയസ്സേക്ക് ബോധമില്ലാത്ത കുറേ സാധനങ്ങളാണ്. അപ്പോൾ ഇവർ കുറേ പ്രൊമോഷൻസ്, അതായത് ഏണിംഗ് ആപ്പ്, ഗെയിംസ് ആപ്പ്, ലൂഡോ ആപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക, ചൂതാട്ടാണ് ശരിക്കും ആക്ച്വലി പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, നോർമലി ഇത് ഇവരുടെ വീഡിയോസ് തന്നെ നിങ്ങൾക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവരും എല്ലാ വീഡിയോസും ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ്. യൂട്യൂബിൽ ഭയങ്കര കുറവായിരിക്കും. എന്താ വെച്ചാൽ യൂട്യൂബ് എടുത്തു കളയുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് കോപ്പറേറ്റ് സ്ട്രൈക്ക് കൊടുക്കും, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് കൊടുക്കും, എന്തെങ്കിലും തരത്തിലൊക്കെ സ്ട്രൈക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ യൂട്യൂബിൽ കളിക്കില്ല ഇതിട്ടിട്ട്. ഫുൾ ഇൻസ്റ്റാഗ്രാമിൽ എന്ത് മാങ്ങാത്തൊലി വേണമെങ്കിൽ ഇടാം. അവരൊരു മാങ്ങാത്തൊലി എടുക്കില്ല. എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ കസ്റ്റമേഴ്സിനെ വിലയില്ല, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് ഫ്രോഡ് പണി വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ എല്ലാ സാധനങ്ങളും ഫ്രോഡ് പണികളും, ഫൈനാൻഷ്യൽ ഫ്രോഡ്, എന്താ പറയുക, നമ്മുടെ ഫിഷിംഗ് ഫ്രോഡ്, എല്ലാ സംഭവങ്ങളും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലൊക്കെയാണ്, വാട്സപ്പിലും. അല്ല, മൂന്നാളും ഒരാളുടെ ആണല്ലോ. അപ്പോൾ ഫുള്ള് ഫ്രോഡ് നടക്കുന്നത് ഇത് ത്രൂ ആണ്. അപ്പോൾ എനിക്ക് തന്നെ എത്ര കമൻറ്റ്സ് ആ സംഭവങ്ങളൊക്കെ വരുന്നതെന്ന് അറിയോ? എനിക്ക് ആക്ച്വലി ഞാൻ അത് ഓൾറെഡി ഇന്നലെ ലൈവിൽ പറയാമെന്ന് വിചാരിച്ചാൽ, പക്ഷേ നമുക്ക് ഇപ്പോൾ യൂട്യൂബിന് ഭയങ്കര ഇഷ്യൂസ് ഉണ്ട്. ചില സമയത്ത് എനിക്ക് എൻ്റെ നോട്ടിഫിക്കേഷനൊന്നും പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ലൈവ് അങ്ങോട്ട് പെട്ടെന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആക്ച്വലി എനിക്ക് ഒരു ബിവെയർ വീഡിയോ പോലെയാണ് ചെയ്യാറുള്ളത്. എന്താ വെച്ചാൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ എന്താ പറയുക വ്യൂവേഴ്സെങ്കിലും ഇതിൽ പോയി ചാടരുത്. എന്താ വെച്ചാൽ കുറേ എന്താ വെച്ചാൽ ഈ ഏണിംഗ് ആപ്പുകളും ഗെയിം ആപ്പുകളൊക്കെ അതിൽ പകുതിയല്ല 90% ഓൾറെഡി ചൈനീസ് കമ്പനികളാണ്. വേറെ കാര്യം, ഇന്ത്യയിൽ ബ്രാഞ്ച് ഉള്ളതെന്ന് പറയുന്നത് കുറച്ചേ ഉള്ളൂ, ഭയങ്കര ലിമിറ്റഡേ ഉള്ളൂ. അപ്പോൾ ഇത് ആക്ച്വലി നമ്മുടെ ലീഗലി ലൂപ്പോളെ വെച്ചിട്ടാണ് ഇവർ ഫുൾ കളിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പം നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയായിരിക്കും, കൊട്ടക്കണക്കിനാണ് ഇങ്ങനത്തെ ആപ്പുകളും ഗെയിമിങ് ആപ്പുകളും എന്താ പറയുക ഇതേപോലെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? അവർക്ക് അത്രയധികം വരുമാനം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉഡായ്പ സൈഡ് നിങ്ങൾ മനസ്സിലാക്കണം ശരിക്കും. എന്താ വെച്ചാൽ അല്ലെങ്കിൽ പെടും നിങ്ങൾ. എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഇപ്പോൾ ഇന്നലെ തന്നെ എന്താ പറയുക, ഒരു ആക്ച്വലി ഒരു 30 വയസ്സുള്ള ഒരു ഫാമിലി മാൻ ആൾ പെട്ടിരിക്കുകയാണ്. പോരാതിന് ഒരു ചെറിയ കുട്ടിയുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇത് ഒരു കേസൊന്നല്ല, ഇഷ്ടംപോലെ ആൾക്കാർ ഇതുപോലെ ഇതിൻ്റെ സൈഡിൽ വന്നിട്ട് കുറേ എന്താ പറയുക സൂയിസൈഡും സംഭവങ്ങളൊക്കെ കുറേ പേര് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ലാസ്റ്റ് ലീഡ് ചെയ്യുക അങ്ങനെയാണ്. എന്ന് വെച്ചാൽ ഇതൊരു എന്താ പറയുക, അവർ പരസ്യത്തിലൊക്കെ നിങ്ങൾ കാണിക്കുന്നുണ്ടായിരിക്കും, ഇത് ഒരു ഫൈനാൻഷ്യലി നിങ്ങൾക്ക് എന്താ പറയുക അട്രാക്റ്റ് ആവുന്ന ഒരു ഗെയിമാണ്, അപ്പോൾ സൂക്ഷിച്ച് കളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവർ തന്നെ ചെറുതായിട്ട് ഇത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് ഒരു എന്താ പറയുക അഡിക്റ്റ് ആവണ പോലത്തെ, ഒരു കള്ളു കുടിച്ചിട്ട് അഡിക്റ്റ് ആവണ പോലത്തെ ഒരു പരിപാടിയാണ്. അപ്പോൾ അത് പിന്നെ പോട്ടെ. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞത് ഇൻസ്റ്റാഗ്രാമിലത്തെ ഉടായ്പ ആൾക്കാരെ കുറിച്ചാണ്. അപ്പോൾ ഇവരൊക്കെ ഒന്ന് ഇങ്ങനത്തെ ഉടായ്പ വീഡിയോസൊക്കെ ഒന്ന് കാണാണ്ടിരിക്കുക. അറ്റ്ലീസ്റ്റ് ബോധമുള്ള അത്യാവശ്യം വീഡിയോസുള്ള എന്താ പറയുക ആവശ്യമുള്ള വീഡിയോസ് കാണാൻ നോക്കുക. അത് നമുക്ക് ഇങ്ങനത്തെ അല്ലാത്ത പിന്നെ ഇങ്ങനത്തെ കാണുന്നവരെ അവർ പോയി പെട്ടട്ടെ, അതായത് നമുക്ക് വേറെ രക്ഷയൊന്നുമില്ല. എന്നുവെച്ചാൽ ഇങ്ങനത്തെ കൊറോണത്തിൽ പോയി പെട്ടിട്ട് നമുക്ക് ബാക്കി ലാസ്റ്റ് നമ്മുടെ എന്താ പറയുക ഇങ്ങനത്തെ ഫൈനാൻഷ്യൽ ഇൻഫ്ലുവൻസറിനെയൊക്കെ കണ്ടുപിടിച്ച് നമുക്ക് മെസ്സേജ് അയക്കുന്ന കുറേ പേരുണ്ട്. അതിൽ ഒരു 95% ഇതാണ്. ഫുൾ എല്ലാവരും പെട്ട് കഴിഞ്ഞിട്ട് ഒരു രക്ഷയിലാണ് വന്നപ്പോഴാണ് കോൺടാക്ട് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്കറിയാം, ഇങ്ങനത്തെ കേസൊക്കെ കൊണ്ട് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ സൈബർ പണിയൊക്കെ പറയാം. അവർക്ക് വേറെ കേസുകളുണ്ട്. നമ്മളിപ്പോൾ അവനും ബോധമില്ലാണ്ട് പോയി ചാടണതാ, എടുക്കില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇങ്ങനത്തെ നിങ്ങളൊരു ഫ്രോഡിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ലീഗലി നിങ്ങൾ മൂവ് ചെയ്യുക, കേസ് ഫയൽ ചെയ്യുക അവർക്കെതിരെ. അതൊരു ബൾക്ക് കേസുകൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും അതിനൊരു തീരുമാനം വരും. എന്നുവെച്ചാൽ ഓൾറെഡി ഇപ്പോൾ ഈ എന്താ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോലീസ് സംഭവം ഇവർക്കെതിരെ തിരിയുന്നില്ല. അപ്പോൾ ബൾക്കായിട്ട് കേസ് വന്നാൽ മാത്രമേ ഇത് ശരിയാവുള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ നമ്മുടെ തമിഴ്നാട്ടിലത്തെ ഒരു ഇൻഫ്ലുവൻസർ ഉണ്ടല്ലോ, ഒരു ലേഡി, എനിക്ക് എൻ്റെ പേരെനിക്ക് എപ്പോഴും അതിന് പേര് ഓർമ്മ വരില്ല. ഞാൻ അങ്ങനത്തെ കുതിര സ്ഥലങ്ങളൊന്നും കാണാറില്ല. അപ്പോൾ വേറെ കാര്യം, അപ്പോൾ ഈ ഇതിൽ ആൾക്കെതിരെ 1-2 കേസ് ഓൾറെഡി പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. പക്ഷേ മറ്റേ FIR മാത്രമേ ഇട്ടുള്ളൂ. അത് പ്രോഗ്രസ് ആയില്ല. അവരിപ്പോഴും ഇങ്ങനത്തെ ഉടായ്പ സംഭവം നടത്തിക്കൊണ്ട് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളെ എന്താ പറയുക നിങ്ങളെ പാപ്പരാക്കിയിട്ട് ഇവർ സുഖമായിട്ട് ജീവിച്ചുകൊണ്ട് പോവാണ്. എന്ന് വെച്ചാൽ ഇവർ ഏജന്റ് ആയിട്ട് അടക്കം പ്രവർത്തിക്കുന്നുണ്ട്. അതായത് സ്റ്റാഫ് പോലെ അവരുടെ മന്ത്ലി കമ്മീഷൻ അല്ലാണ്ട് സാലറി അടക്കം മന്ത്ലി കിട്ടുന്ന ആൾക്കാരുണ്ട് ഇതിൽ. ഇൻസ്റ്റാഗ്രാമിലത്തെ 90% തന്നെയാണ്. അപ്പോൾ ഇതിൽ ചാണാട്ട് മുമ്പ് ഒന്ന് ആലോചിക്കുക, നിങ്ങളുടെ അടപ്പ് വരുന്ന പരിപാടിയാണ്. അപ്പോൾ സ്വന്തം കാശ് കൊടുത്ത് എന്താ പറയുക ശവപ്പെട്ടി വാങ്ങുന്ന പോലെയാണ് സാധനം. അപ്പോൾ കുറച്ച് ബോധമുള്ള ആൾക്കാരുടെ വീഡിയോ, അല്ലെങ്കിൽ എന്താ പറയുക ക്വാളിറ്റി വീഡിയോസ്, അല്ലെങ്കിൽ ആവശ്യമുള്ള വീഡിയോസ് കാണാം. എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആവാം. അത് ഓവറായി കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അതാണ് നമ്മൾ പറഞ്ഞു തന്നത്. ഒരു എത്ര കമൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആക്ച്വലി റിപ്ലൈ കൊടുത്ത ഇൻസ്റ്റാഗ്രാമിലും ഇതിലൊക്കെ. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മെയിൻ ചാനലിൽ ഇതുപോലെ സൈബർ പോലീസ് കംപ്ലൈൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നമുക്ക് കൺസ്യൂമർ കോർട്ട് എങ്ങനെ ഫയൽ ചെയ്യാന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ ഉണ്ട്. അതിനെതിരെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ആക്ച്വലി കമൻറ്റ് കൊടുത്ത് മതി. ഇതേ സെയിം സാധനം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും.
അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഇങ്ങനത്തെ കുരുക്കളൊന്നും പോയി ചടഞ്ഞ് ഞാൻ നോർമലി ഇൻസ്റ്റാഗ്രാമിൽ എന്നെ കുറേ പേര് വന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഫോളോവേഴ്സൊക്കെ നമ്മൾ ഫോളോവേഴ്സ് അല്ല വ്യൂവേഴ്സ് അടക്കം നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാറുണ്ട് ഇത് ഫ്രോഡ് ആണോ സംഭവം. ഞാൻ നോർമലി റിപ്ലൈ കൊടുക്കാറുണ്ട്, ഒരു അറ്റ്ലീസ്റ്റ് 24 hours തന്നെ റിപ്ലൈ കൊടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി എൻ്റെ എന്താ പറയുക പ്രൊഫഷണൽ സംഭവം ഒന്നുമല്ല. ഞാൻ ആക്ച്വലി ഒരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ പ്രത്യേകിച്ച് ഫൈനാൻസ് ചെയ്യുന്ന വെച്ചാൽ ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് ആയിക്കോട്ടെ വെച്ചിട്ടാണ്. പറയുമ്പോൾ കേരളത്തിൽ ഭയങ്കര ലിറ്ററസി റേറ്റ് ഉണ്ടെങ്കിലും ഏറ്റവും ബോധമില്ലാത്ത ആൾക്കാർ ഇവിടെയാണ്. ഏറ്റവും കൂടുതൽ പെടുന്ന ആൾക്കാർ കേരളത്തിലത്തെയാണ്. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പം ഞാൻ ആക്ച്വലി കമൻസിന് റിപ്ലൈ കൊടുക്കാറുണ്ട്, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന മെസ്സേജിലും കൊടുക്കാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കുറച്ച് ടൈം എടുക്കുന്നത് വെച്ചാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലാകുമ്പോൾ എന്താ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ തീരെ പ്രൊമോട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്. പക്ഷേ നമുക്ക് യൂട്യൂബിൽ ഇങ്ങനത്തെ ഒരു മീഡിയം ഇല്ല, അല്ലെങ്കിൽ നമുക്കിപ്പോൾ വോയിസ് അയക്കാനോ അങ്ങനത്തെ ഒരു മീഡിയ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കൊടുത്തേക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം കൊടുക്കുകയില്ല എന്ന് വെച്ചാൽ ഞാൻ തീരെ നോക്കാത്തൊരു പരിപാടിയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആക്ച്വലി എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലെ മെസ്സേജ് വരുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ആക്ച്വലി ഇൻസ്റ്റാഗ്രാം വെച്ചോണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫേസ്ബുക്ക് ഞാൻ നോക്കാറ് പോലും ഇല്ല. ഞാൻ ആക്ച്വലി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുമ്പോൾ ഒന്നും അറിയില്ല, എല്ലാവരും കമ്പനി തന്നെയാണല്ലോ, ഓട്ടോമാറ്റിക്കലി അതിൽ ടാഗിങ് അതിൽ തന്നെ പോസ്റ്റ് ആയിക്കോളുന്ന ഒരു ടാഗ് കൊടുത്തിട്ടുണ്ട്. അത് കാരണം അതിലേക്ക് പോസ്റ്റ് ആവും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിൽ നമ്മൾ റിപ്ലൈയും കൊടുക്കുന്നില്ല, ഒന്നും കൊടുക്കില്ല. ഫേസ്ബുക്ക് എൻ്റെ ആപ്പ് പോലും ഇല്ല. അപ്പോൾ അതാണ് അവസ്ഥ. വാട്സാപ്പും ഞാൻ യൂസേജ് ഭയങ്കര കുറവാണ്. അപ്പോൾ ഇത് പൊട്ടേന്നല്ല പറഞ്ഞു, ഇത് ആക്ച്വലി എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ അത് മര്യാദയ്ക്ക് യൂസ് ചെയ്യാൻ അറിയണമെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ ഉടായ്പ ആൾക്കാരൊക്കെ പോയി പെട്ടിട്ട് ഫാൻസും വാങ്ങിയൊക്കെ പെട്ടിട്ട് കഴിഞ്ഞാൽ എന്താ പറയുക കൊഞ്ഞാട്ടായി കിട്ടും, മാത്രമേ ഉള്ളൂ. വേറെ പരിപാടിയൊന്നും ഇല്ല. എന്ന് വെച്ചാൽ ഇത് പച്ചയ്ക്ക് പറയണമെന്ന് എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ ഹേറ്റേഴ്സ് ഇപ്പോൾ അവരുടെ ഹേറ്റേഴ്സും അവരുടെ ആൾക്കാർക്ക് ചിലപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യും, അപ്പോൾ പണിയാക്കാൻ പറയത്തന്നെ. ഒന്നാമത് ഞാൻ ഇതിനൊക്കെ കമൻറ്റ് സെക്ഷനിലൊക്കെ ഫിൽട്രേഷൻ കൊടുത്തിട്ടുണ്ട്. അവർ എന്ത് കമൻറ്റ് ഒന്നും ചെയ്താലും ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയിക്കോളും. അത് വേറെ കാര്യം. അത് ഈ പൊട്ടന്മാർക്ക് ഒരെണ്ണത്തിന് അറിയില്ല, അതാണ് വേറെ കുഴപ്പം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ സൂക്ഷിക്കുക, അത്ര നമുക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ ജീവിതം ഫലം മുടിഞ്ഞു പോകും, അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് കാണാതെ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എന്നെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് ബ്ലോഗെന്നാണ്. നമ്മുടെ 3ാമത്തെ ചാനൽ GH പോലെ കാണാതെ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വൈൻഡപ്പ് ചെയ്താലോ, അടുത്ത വീഡിയോ കാണാം.